നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷൂട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണത്തിന്റെ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോട്ടോഗ്രാഫറിനെ അവരുടെ ബന്ധുക്കാര് പെൺവീട്ടുകാരന്റെ ബന്ധുക്കാര് മർദ്ദിച്ചതായിട്ടും പിന്നെ അതിന് തുടർന്നുള്ള കേസും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ആ വിഷ്വൽ വരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. കാരണം അതിക്രൂരമായിട്ട് ഒരു മനസാക്ഷി പോലും കരുതാതെ ആ ഒരു ഫോട്ടോഗ്രാഫറിനെ വീഡിയോഗ്രാഫറിനെ അത്രയും കയ്യൊക്കെ പിടിച്ച് തിരിച്ചിട്ടുള്ള ആ ഒരു വിഷ്വൽ വീഡിയോ കണ്ടപ്പോൾ പുള്ളി നിലവിളിക്കാൻ എൻ്റെ അകത്തിരുന്നു അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോഴും അതിനൊരു പുല്ല് വില പോലും കൊടുക്കാതെ അല്ലെങ്കിൽ അതൊരു മനുഷ്യനാണ് എന്നുള്ളൊരു വില പോലും കൊടുക്കാതെ അവനെ മർദ്ദിച്ച ആ ഒരു ബന്ധുക്കള് ഫേസ് വ്യക്തി അതിന്റെ വിഷ്വൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ആ ഒരു സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടിന്റെ പ്രതികരണം വന്നു. എല്ലാവരും പറയുന്നത് ഈ കല്യാണ പെണ്ണിന്റെ അടുത്ത് ഒരു മോശമായിട്ട് ബിഹേവ് ചെയ്തതിന് ഇതിലാണ് ഞങ്ങൾ അതിനെ പിടിച്ച് തല്ലിയെന്നൊക്കെയാണ് പറഞ്ഞിട്ട് വന്നത്. പക്ഷെ ആ പെൺകുട്ടി തന്നെ പറയുണ്ടായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എനിക്കെതിരെ അവരൊന്നും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷെ അതിനുശേഷമാണ് ഇവര് എടുത്തു കൊടുത്ത മുറിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടായ സംഭവവികാസങ്ങളും മദ്യത്തിന്റെ ലഹരിയിൽ വന്ന അവിടത്തെ ഉള്ള സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വീഡിയോഗ്രാഫേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ളവരിനെ പിടിച്ച് അടിച്ചു മർദ്ദിച്ചു, അസഭ്യം പറഞ്ഞു എന്നുള്ള ലെവലിലോട്ട് മാറിയത്. അങ്ങനെയാണ് ന്യൂസ് എല്ലാം പിന്നീട് അറിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോഗ്രാഫേഴ്സിന്റെ ഇത് പറയുന്നത് നമുക്ക് പണ്ടായിരുന്നു നമുക്ക് ഈ വീഡിയോഗ്രാഫേഴ്സിന്റെ പുറകെ പോയി എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽബം കിട്ടാനും ക്യാസ്റ്റ് കിട്ടാനൊക്കെ ഇവരുടെ പുറകെ പോയി നമുക്ക് ഇത് കെഞ്ചേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇപ്പം എല്ലാം അപ് ടു ഡേറ്റ്, ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് ഇപ്പം എല്ലാം ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം ഒരാഴ്ചൻ്റെ അപ്പുറം പോകുന്നില്ല, എല്ലാം പട്ടപട്ടാന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവരത്രയും എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സംസാരം വന്നതുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ ഒരു തന്നെ ഉണ്ടായത്. കാരണം ഒരു റൂം കൊള്ളില്ല എന്ന് ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അക്കോമഡേഷൻ ചെയ്യാൻ പോയ റൂമിൽ മദ്യക്കുപ്പികളും ഒരു വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമായപ്പോൾ ഇവർ ചോദിച്ചു ശരിയല്ല എന്നുള്ള ലെവലിൽ പറഞ്ഞപ്പോൾ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഈ ഒരു അടിയിൽ വരെ കലാശിച്ചത്. ആ അടിയിൽ വരെ കലാശിച്ചതിൽ ഭയങ്കര രീതിയിലുള്ള ഒരു എന്താ പറയുക ഭയങ്കര വിഷമമായിട്ട് തോന്നിയതാണ് ആ നിലവിളിയും കാര്യങ്ങളെല്ലാം പയ്യൻ. അപ്പോൾ ആ കാറിലുണ്ടായിരുന്ന ആ വീഡിയോഗ്രാഫറിന്റെ ഒരു സംഘത്തിലെ ആൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വിഷ്വൽ ഞാൻ പ്ലേ ചെയ്യാം. എല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അവിടെ ചെല്ലുന്നു. 1:30 ആയപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് കോൺടാക്ട് കിട്ടിയത് ഈ ചേച്ചിയുടെ, അതായത് ബ്രൈഡിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ നമ്പറായിരുന്നു. ശരിക്കും നമുക്ക് ആ പോയിന്റ് ഓഫ് കോൺടാക്ട് ഈ ചേച്ചിയുടെ ഹസ്ബൻഡിനെ നമുക്ക് അറിയില്ലായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഹോട്ടലിലെ ആളാന്ന് ഓർത്തിരുന്നത്. നമ്മളവിടെ ചെന്നു, നമുക്ക് റൂം അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ അവർ നോക്കി. അപ്പോൾ നമ്മളവിടെ ചെന്ന് റൂം കണ്ടപ്പോഴാണ് മനസ്സിലായി അവിടെ മൊത്തം മദ്യപിച്ചിട്ടൊക്കെ അലമ്പാക്കിയിട്ടേക്കുള്ളൂ. മൊത്തം മദ്യക്കുപ്പികളും ഫുള്ള് അലമ്പാക്കി, നമുക്ക് കിടക്കാൻ പറ്റില്ലാത്ത രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നോർമലി നമ്മൾ രീതിയിൽ ഇതിൽ കിടക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പറഞ്ഞു. അപ്പോൾ ആ പുള്ളി മദ്യത്തിൻ്റെ ലഹരിയിൽ നമ്മളോട് കയർത്ത് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ അത് ശരിക്കും നമുക്ക് എന്താ പറയുക ഫാമിലിയോട് പറയാനോ ഒന്നും ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു കാര്യം വിട്ടു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അത് കിടന്നുറങ്ങിയ സമയത്ത് വീണ്ടും ഇയാൾ വന്നിട്ട് പറഞ്ഞു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരാളോടെ വരും, അപ്പോൾ ഒരാളോടെ കിടത്തണം, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ അതിനും തയ്യാറായി. ബിക്കോസ് രാത്രി 2-2:30 ആയി, നമുക്ക് ആകെ 4 മണിക്കൂർ ഉറങ്ങാനുള്ളൂ. ആ വിഷ്വലിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. രാത്രി വന്നിട്ട് നീ എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ മാക്സിമം ഒതുങ്ങിയിട്ടാണ് പോണത്. പക്ഷെ അറിയാലോ കല്യാണമാണ്, തലേ ദിവസമാണ്, പാർട്ടിയാണ്, ഇതാണ് ഇവരെന്തോ ഞാനെന്തോ വലിയൊരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. എന്ന് വെച്ചാൽ ഈ മദ്യവെച്ച് വന്നവർ. അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് ഇവരുടെ വായിൽ നിന്ന് വന്ന വാക്ക് അവർക്ക് ചിലപ്പോൾ ദഹിച്ചിട്ടില്ല എന്നുള്ള ലെവലിൽ വന്നതുകൊണ്ട് ഇങ്ങനെ പെരുമാറി. പക്ഷെ ഇങ്ങനെ പെരുമാറേണ്ട ഒരു ആവശ്യം നിലവിൽ ഇല്ല. കാരണം അവരവരുടേതായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ആരാണെങ്കിലും ഒരവിടെ പോയി അയ്യോ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുള്ള ലെവലിൽ പറയുമ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ നമ്മളുടെ ഗസ്റ്റുകളാണ്. ഒരു കല്യാണത്തിന് നമ്മൾ ഇവരിനെ വിളിച്ച ഗസ്റ്റുകളാണ്. ഒബ്വിയസ്ലി അവർ വർക്കിന് വന്നവരാണ്. എന്നിരുന്നാൽ കൂടി അതിലുപരി ഒരു ഗസ്റ്റാണ് നമ്മുടെ ഒരു പരിപാടിക്ക് വരുന്നത് എന്നുള്ളതിൽ.
ആ ഗസ്റ്റ് വരുന്ന സമയത്ത് അതിനെ മര്യാദയുള്ള ലെവലിൽ ട്രീറ്റ് ചെയ്യേണ്ടത് അവിടത്തെയുള്ള ബന്ധുക്കാരുടെയും പിന്നെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അവർ തന്നെ ഇങ്ങനെ കയ്യേറ്റ ശ്രമമൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് മനുഷ്യത്വം, അവിടെ എന്ത് ഇത് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. അത്രയും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ട് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ പെരുമാറിയിട്ട് നിങ്ങൾ പ്രതികരിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരാൾ റൂം മോശമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരം പിന്നെ അടിയിലൊക്കെ കലാശിക്കുക പറഞ്ഞാൽ അതൊരു ഭയങ്കര രീതിയിലുള്ളൊരു മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ സ്റ്റാർട്ടിങ് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതാണ് ഞാൻ ആദ്യം ചെയ്തത്. ബിക്കോസ് ഞാൻ ഓൾറെഡി ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഇത് എന്താ സംഭവം നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു. ഈ ടൈമിൽ ഞാൻ കാണുമ്പോൾ ആദ്യമേ തന്നെ ഈ 3 പേര് ആ വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ട് മുണ്ടൊക്കെ മുടക്കി കുത്തി ഭയങ്കര സിനിമ സ്റ്റൈലിൽ വന്ന് വണ്ടിയുടെ ഡോറിൻ്റെ അടിച്ച് തെറി പറയാണ്ട് നല്ല രീതിയിൽ തെറി പറയാം. ഇതുപോലെ തെറി പറയുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും രീതിയിൽ തെറി പറഞ്ഞ് നല്ല രീതിയിൽ തെറി പറഞ്ഞ് എന്നെ ഭയങ്കര രീതിയിൽ പേടിപ്പിച്ചു. അപ്പോൾ നമ്മൾ ആകെ പേടിച്ചു പോയി, എന്ത് സംഭവം എന്നറിയില്ല. ഈ ഗ്യാപ്പിന് ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊരു വണ്ടി വന്നുകൊണ്ട് ഇവർ ഒതുക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇവരുടെ ഫേസിൽ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ തന്നെ ഗിയർ ഇട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ഇതെല്ലാം മാങ്കുളത്ത് നിന്ന് അടിമാലിക്ക് പോകുന്ന ഒരു 1.5 കിലോമീറ്റർ കൂടി സംഭവിച്ച കാര്യം. ആദ്യം ഇത് നടക്കുന്നത് ഒരു 2:45 ടൈമിലാണ്. അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് നല്ല സ്പീഡിൽ ആ വഴി ചെറിയ വഴിയാണ്, ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചാൽ നല്ല രീതിയിൽ സ്പീഡിൽ വണ്ടി ഓടിച്ച് മാക്സിമം അവിടെ ഹെയർ പിന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എത്തിയപ്പോൾ വീണ്ടും ഇവർ പുറകെ ശല്യപ്പെട്ട് ഈ രീതിയിൽ വരിക. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പേടിയായിപ്പോയി. ഇത് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യം. തൊട്ട് പുറകെ വണ്ടി ഓടിയെത്തുന്നു. ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തൊട്ട് പുറകെ ഒരു വണ്ടിയുടെ തൊട്ടില്ല എന്ന് പറഞ്ഞ് വരുന്നു, ഇടിക്കാൻ പോലെ വരുന്നു. നമ്മൾ സമയത്ത് പലരെയും വിളിച്ച് നോക്കുന്നു, പോലീസുകാരെ വിളിച്ച്. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് അമൽ എന്ന് പറയുന്ന ആളെ വിളിച്ച് പോലീസുകാരൻ്റെ നമ്പർ കിട്ടുന്നു. 8 പോസ്റ്റിലെ ആൾക്ക് ഞാൻ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ഹെൽപ്പ് വേണമെന്ന് നോക്കി ക്ലയൻറ്റിനെ വിളിച്ച് പറഞ്ഞു. നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തു. ബിക്കോസ് അവിടെ കുറച്ച് റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളൊരു ഏരിയ. ഇതൊക്കെ അവർക്കറിയാം. അതെനിക്ക് മനസ്സിലായത് പിന്നീടാണ്. ബിക്കോസ് ഇത് നമ്മളെ വിട്ട് അവിടെ പൂട്ടാൻ പറ്റുമെന്നും ഒക്കെ ഇവർക്കറിയാം. ബിക്കോസ് ഇവർ ഈ നാട്ടുകാരാണ്, ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഓട്ടോമാറ്റിക്കലി ട്രാപ്പായി എനിക്ക് മനസ്സിലായി. നല്ല രീതിയിൽ പേടിയായി. അത് ഈ സമയത്ത് എന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ടായി സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വണ്ടി ഓടിച്ച് ഇവരുടെ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം കയറ്റമൊക്കെ കഴിഞ്ഞ് നേരത്തെ എത്തിയപ്പോൾ ഞാൻ വീണ്ടും സ്പീഡിൽ ഓടിച്ച് ഇവർ പുറകിലായിപ്പോയി. 5-6 വണ്ടിനെ ഞാൻ ഓവർടേക്ക് ചെയ്ത്. ഈ സമയത്ത് എന്നെ ക്ലയൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എത്ര ദൂരം പോകുമെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതായത് ഈ നിതിൻ എന്ന് പറഞ്ഞ കോർഡിനേറ്ററാണ് ഈ ക്ലയൻറ്റിനെ വിളിച്ചിട്ട് കാര്യം പറയണത്. അപ്പോൾ നിതിൻ തന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ ക്ലയൻറ്റ് ഇങ്ങനെ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യ്, പോകുന്ന വഴിക്ക് അതൊക്കെ നമുക്ക് സിനിമ ഒരു തന്നെയാണ് തോന്നുന്നുണ്ട്. ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് ഇവർ ഈ വലുതായിട്ട് പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഉണ്ടാവുന്ന ഇപ്പം നമ്മൾ തല്ലൽ പിടിക്കലൊക്കെ സ്വഭാവം ഉണ്ടാവുന്നതാണ്. പക്ഷേ ആ തല്ലിയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി പറയുന്ന ഒരാളും ഉണ്ടാവില്ല. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ തന്നെ ഇല്ലാണ്ടായി പോകുന്നതാണ്. അതുകൊണ്ട് മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് ഇങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഈ ബന്ധുക്കാരായ ഈ ഗുണ്ടകൾ അവരുടെ ഒന്നേ പറയാനുള്ളൂ, നാളെ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ അവസ്ഥ ഉണ്ടാവാം, മനുഷ്യ സഹജമാണ്. അപ്പോൾ അന്ന് ഇതേപോലെയൊക്കെ പെരുമാറിയാൽ നല്ലത്. കാരണം മദ്യവെച്ച് കാണിക്കുന്ന പല ഇതിനും പോകുന്ന ചിലപ്പോൾ വിലപ്പെട്ട ജീവനുകളായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആ കേസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കോടതി നിൽക്കുന്നതായതുകൊണ്ട് വരും ദിവസങ്ങളിലൊക്കെ അറിയാം ഇവന്മാർക്കൊക്കെ എന്ത് ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടില്ല എന്നുള്ളതൊക്കെ. എന്തായാലും ഭാഗ്യം, ഇവർക്കൊന്നും പറ്റിയില്ല എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ആശ്വസിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുണ്ട ക്രിമിനലുകളിനെയൊക്കെ തീറ്റി പോറ്റണ വീട്ടുകാരനെ പറഞ്ഞാൽ മതിയല്ലോ. വീട്ടിൽ നിന്ന് തിന്നും, നാട്ടിൽ ഇതൊക്കെയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത്. ആലോചിച്ചാൽ നല്ലത്.